ഭാഗമായി ANUC, AITUC, BMS ഉൾപ്പെടെ BMSന്റെ മലയാളിയായിട്ടുള്ള നേതാവ് സജി നാരായണൻ തൊഴിലാളി വർഗത്തിന്റെ കണ്ണിലുണ്ടിയായ ഡിപ്ലോമ കഴിഞ്ഞതിനു ശേഷം LLBക്ക് പോകുന്നതിന് HIM എന്ന് പറയുന്ന ഇന്നിപ്പോ അടഞ്ഞുപോയ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അപ്രന്റീസായി വന്ന് അദ്ദേഹത്തിന്റെ പിന്തുണ കൊണ്ട് MLA-യുമായി മന്ത്രിയുമായി പാർലമെന്റ് മെമ്പറായി വീണ്ടും അദ്ദേഹത്തെ പോലുള്ള തീർച്ചയായിട്ടും സംസ്ഥാന നിയമസഭയിൽ കേരളത്തെ കളമശ്ശേരിയിൽ പ്രതിനിധീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് തൊഴിലാളികൾ എല്ലാ സ്ഥലത്തും അവർ ഒത്തുകൂടി പിന്തുണ അറിയിക്കുന്നത്. സഖാവിനോട് നൽകിയ സ്വീകരണങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി സഖാവിനെ ക്ഷണിക്കുക. തുടങ്ങിയിരിക്കുന്ന സമയമായതുകൊണ്ട് ദീർഘമായി പ്രസംഗിക്കുന്നില്ല. സാധാരണ കൃത്യ സമയാവധിക്കും പ്രസംഗിക്കുന്നതിന്റെ മുമ്പിൽ ഒരു ശൂന്യതയുണ്ടോ? ആ ശൂന്യത ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ കാത്തുനിന്നതിന് പ്രത്യേകം ആവേശകരമായ സ്വീകരണത്തിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുക. പ്രീമിയറിന്റെ യൂണിയന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ സന്ദർഭത്തിൽ തൊഴിലാളികളുടെ ക്ഷേമത്തിനും സ്ഥാപനം മുന്നോട്ട് പോകുന്നതിനും ഉതകുന്ന രൂപത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിഞ്ഞത് ഈ ഘട്ടത്തിൽ ഞാൻ പ്രത്യേകം ഓർത്ത് ചെയ്യാം. നമ്മുടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ്, ചരിത്ര ഭൂരിപക്ഷത്തോടെയാണ് കളമശ്ശേരി എന്നെ നിയമസഭയിലേക്ക് അയച്ചത്. അതിനെ തുടർന്ന് മന്ത്രി എന്ന ചുമതല നിർവഹിക്കുമ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പൊതുമേഖലയെ ശക്തിപ്പെടുത്തി മത്സരക്ഷമമാക്കി ലാഭകരമാക്കുക, ഈ കാഴ്ചപ്പാടാണ് മുന്നണിയുടെ കാഴ്ചപ്പാട് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക ഏപ്രിലേക്ക് കടന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ കണക്കുകൾ പ്രസിദ്ധപ്പെടുത്തുന്ന ഘട്ടത്തിൽ കേരളത്തിന്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന രൂപത്തിൽ 28 പൊതുമേഖലാ സ്ഥാപനം കേന്ദ്രം ലേലത്തിന് വെച്ചതാണ്. ലേലത്തിലാണ് നമ്മൾ പിടിച്ചെടുത്തത്. ആ കമ്പനി ഇപ്പോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റായി 741 കോടിയുടെ രണ്ടാം ഘട്ട വികസനം ലോകത്ത് മറ്റ് ഇറക്കുമതി ആശ്രയിക്കുന്നതിൽ നിന്ന് മാറി നമ്മുടെ നാട്ടിൽ തന്നെ അത്തരത്തിലുള്ള മെറ്റീരിയലുകൾ ഉണ്ടാക്കാനുള്ള നടപടികളിലേക്കാണ് നമ്മുടെ ഇടനാഴി സങ്കല്പം ഉൾപ്പെടെ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിന് തുടർച്ച അനിവാര്യമാണ്. കളമശ്ശേരിയിലും ഒപ്പം എന്ന കാഴ്ചപ്പാടോടുകൂടിയുള്ള വികസന പദ്ധതി എല്ലാ വിഭാഗത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വികസന പദ്ധതിയാണ് നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചത്. അത് നല്ല മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മേഖലയ്ക്കും ഇതൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. മൂവി അതെല്ലാം ഇവിടെ വിസ്തീരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ തുടരണം. ഈ 5 വർഷവും നിങ്ങൾക്കൊപ്പം നിന്നാണ് പ്രവർത്തിച്ചത്. ഇനിയും നമുക്ക് ഒന്നിച്ച് ഒത്തിരിയേറെ ദൂരം മുന്നേറാനുണ്ട്. ഈ ഘട്ടത്തിൽ എല്ലാവരും ഒപ്പം ഉണ്ട് എന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെ കുട്ടിക അരുവാൾ നക്ഷത്ര മലയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് വിനയപുരുഷനും അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദികൾ.